ഹേ ഗൈസ്, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചിൽ ഈവനിങ്ങിൻ്റെ വ്ളോഗാണ്. ഞങ്ങളിങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ബേക്കലിൽ പോകാൻ വിചാരിച്ചു. എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് അങ്ങ് ബേക്കലിലേക്ക് ഇറങ്ങി. പിന്നെ ഈ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ ബേക്കലിൽ പോയി. ഇതാ ഗോപുവിൻ്റെ പട്ടി ഷോ ആണ്, ഇത് വൈബ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി. ഇത് ബേക്കൽ ബീച്ച് പാർക്കാണ്. പിന്നെ ഈ ലാൻഡ്രൺസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആനന്ദം സിനിമയാണ് ഓർമ്മ വന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് എത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ തെണ്ടി തിരിഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോഴാണ് അവിടെ ഒരു സ്റ്റേജ് കണ്ടത്. അതിനുശേഷം രണ്ടിനെ പിടിച്ചാൽ കിട്ടിയില്ല. പട്ടി ഷോ പാർട്ട് 2 ഓൺ സ്റ്റേജാണ് ഞാൻ അവിടെ കണ്ടത്. ഇത് റാം വാക്കാണ്. അത്ര റാം വാക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഊഞ്ഞാലാടാൻ പോയി. അത് അഡ്വക്കേറ്റ് ആഗ്നയുടെ ഒരു ക്യാമിയോ ആയിരുന്നു അവിടെ കണ്ടത്. ആ പട്ടീൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എന്നെ വേറൊരു പട്ടി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ആ ഉറക്കം നോക്കും, എത്ര കാലം ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട്. ഒട്ടകത്തിൻ്റെ പോക്ക് നോക്കൂ ഗൈസ്. പിന്നെ ഊഞ്ഞാലാടിയൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങളങ്ങനെ ഫുഡ് അടിക്കാൻ തീരുമാനിച്ചു. പിന്നെ പച്ചമാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉപ്പിലിട്ടതും. പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെയും കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി. വാനിലയും സ്പാനിഷ് ഡിലൈറ്റും പിസ്തയൊക്കെ. പിന്നെ ഫുഡ് കണ്ടപ്പോഴേക്ക് അഡ്വക്കേറ്റ് അങ്ങ് പച്ച കുതിരയിൽ ദിലീപായി മാറി. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്ത് ക്ഷീണിച്ച് കിളി പോയി നടക്കുന്നതാണിത്. നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ ടേസ്റ്റി തന്നെ തുക തരുമോ അളിയ? അങ്ങനെ ഗോപുവിൻ്റെ മരണ ജാടയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുക. എങ്ങോട്ടാ? മന്തി കഴിക്കാൻ. അങ്ങനെ ഒരു മന്തിയോടുകൂടി നമ്മൾ ഈ ദിവസം അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ഓക്കെ, അപ്പോൾ ബൈ.